എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 27, 28 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഭഗവാനും ബലരാമനും ഏട്ടനും അനിയനും കൂടിയിട്ട് മധുരാപുരിയിൽ നിന്ന് രഥത്തിലേറി കാശിയുടെ സമീപ പ്രദേശത്തുള്ള ഗുരുവിൻ്റെ അടുത്തേക്ക്, സാന്ദീപനിയുടെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. എന്നിട്ട് എന്താണ് ഉണ്ടാവണത് എന്നുള്ളതാണ് ഇന്നത്തെ ശ്ലോകങ്ങളിൽ പറയണത്. നമുക്ക് ആദ്യം 27ാമത്തെ ശ്ലോകം നോക്കാം. സതൗ സമാലോക്യ സമഗ്രഹർഷ സഭാജയിത്വാ സഹിതോ ഗൃഹിണ്യാ സുഖോപവിഷ്ടൗ സുരസൂനുതുല്യൗ സാന്ദീപനി സാദരമിത്യുവാച. ആദ്യം പദച്ഛേദം പറയാം. സ തൗ സമാലോക്യ സമഗ്രഹർഷ സഭാജയിത്വാ സഹിത ഗൃഹിണ്യാ സുഖോപവിഷ്ടൗ സുരസൂനുതുല്യൗ സാന്ദീപനി സാദരം ഇതി ഉവാച. സാന്ദീപനി സാദരം ഇതി ഉവാച. ഇതാണ് അതിലെ പ്രധാന വാക്യം വരുന്നത്. സാന്ദീപനി കാണാനാണല്ലോ അവിടെ നിന്ന് പോയത് ശ്രീകൃഷ്ണനും ബലരാമനും. ആ സാന്ദീപനി അവരോട് 2 പേരോടുമായിട്ട് സാദരം ഇതി ഉവാച, വളരെ ആദരവോട് കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഉണ്ടായത്? സാന്ദീപനി സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് അന്വയം നോക്കാം. സമഗ്രഹർഷ ഗൃഹിണ്യാ സഹിത സ സാന്ദീപനി. ഇതിൽ സ എന്നുള്ള അക്ഷരം ആദ്യന്തം ധാരാളമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ വാക്കുകളുടെ ആരംഭവും സാന്ന് തന്നെയാണ്. സ തൗ എന്നുള്ള ദിക്കിലും ഗൃഹിണ്യ എന്നുള്ള ദിക്കിലും ഒഴികെ ബാക്കി ധാരാളമായിട്ട് സമാലോക്യ സമഗ്രഹർഷ സഭാജയിത്വ സഹിത സുഖോപവിഷ്ട സുരസൂനുതുല്യ സാന്ദീപനി സാദരം, അത്രയും വാക്കുകളിൽ സ എന്നുള്ളൊരക്ഷരം ധാരാളമായിട്ട് പ്രയോഗിക്കാൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ പ്രയോഗിക്കാൻ കവി ശ്രമിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണ ഒരു പ്രത്യേകതയാവണം. അതായത് സാന്ദീപനിയുടെ ഒരു ആദരവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കവി അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചേക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയണത്. സാന്ദീപനിയുടെ ഒരു വിശേഷണമാണ് സമഗ്രഹർഷ ഗൃഹിണ്യാ സഹിത സ സാന്ദീപനി. സമഗ്രഹർഷ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ടുള്ള ആനന്ദം. അപ്പോൾ ആനന്ദം സമ്പൂർണ്ണമല്ലാതെ ഉണ്ടോ? അങ്ങനെയുള്ള ആനന്ദങ്ങളും ഉണ്ട്. അതായത് ഒരു ഭാഗികമായിട്ടുള്ള ആനന്ദം, ചെറിയൊരു അളവിലുള്ള സന്തോഷം, അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഈ 2 ബാലകന്മാരുടെ വരവോട് കൂടിയിട്ട് സാന്ദീപനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അതൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെന്നുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടുണ്ടായൊരു സന്തോഷമല്ല. അതുകൊണ്ടാണ് അത് പരിപൂർണമായിട്ടുള്ള സന്തോഷമാണെന്ന് പറയണത്. എന്തെങ്കിലും ഒരു സാധനം കിട്ടണ ആ സമയത്ത് അങ്ങനെയുള്ള സന്തോഷമാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ തീരും. ഇതങ്ങനെയല്ല. ഇതൊരു പ്രത്യേകതരം ആനന്ദമയമായിട്ടുള്ള അവസ്ഥയാണ് സാന്ദീപനി അനുഭവിച്ചത്. അതാണ് സമഗ്രമായ, സമ്പൂർണമായ, സകലമായ, പരിപൂർണമായിട്ടുള്ള ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനായ ആ സാന്ദീപനി മഹർഷി. അദ്ദേഹം ഒറ്റയ്ക്കല്ല, സാന്ദീപനിയുടെ കൂടെ ഭാര്യയുമുണ്ട്. അതാണ് ഗൃഹിണ്യാ സഹിത, ഗൃഹിണിയോട് കൂടിയിട്ട്, പത്നിയോട് കൂടിയിട്ടുള്ള സാന്ദീപനി സാന്ദീപനി തൗ സമാലോക്യ, ആ 2 കുമാരന്മാരെയും നല്ലവണ്ണം കണ്ട് ആനന്ദിച്ചിട്ട്, വളരെയധികം സന്തോഷത്തോടു കൂടി നോക്കി നിന്നിട്ട്, അതാണ് കുറേ നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിന്നു അവരുടെ സൗന്ദര്യമൊക്കെ. അതിനെ പറ്റിയിട്ടും കവി പറയുന്നുണ്ട്. സമാലോക്യ സഭാജയിത്വ, വേണ്ടതുപോലെ ആദരവുകളൊക്കെ കൊടുത്തിട്ട്, അതായത് ഒരാൾ വരുമ്പോൾ അവരെ ബഹുമാനിക്കുക. ചെറിയ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും അതിഥികളെ ബഹുമാനിക്കുന്ന അവരെ പൂജിക്കുന്ന ഒരു ചടങ്ങ് ഭാരതീയർക്കൊക്കെ ഉണ്ട്. വളരെയധികം ആദരവോട് കൂടിയിട്ടാണ് ആരെയും കാണാറുള്ളൂ. അതിഥി ദേവോ ഭവ എന്നുള്ള വാക്യമൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. ദേവനായിട്ടാണ് അതിഥിയെ പോലും കാണുന്നത്. അപ്പോൾ ഈ 2 ബാലകന്മാരെയും വളരെ കൗതുകത്തോടു കൂടിയിട്ട് നോക്കിക്കണ്ടതിന് ശേഷം അവരെ, അതായത് കാല് കഴുകിക്കുക, അവർക്ക് മുഖം കഴുകാനും കൈയും കാലും കഴുകാനൊക്കെ വെള്ളം കൊടുക്കുക, കുടിക്കാനൊക്കെയുള്ള അതുപോലെ കഴിക്കാനൊക്കെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊടുക്കണം. അതൊക്കെയാണ് അതിഥി സത്കാരങ്ങൾ, അതിഥി പൂജകൾ.
അതൊക്കെ കൊടുത്തതിന് ശേഷം അവരെ സമാധാനമായിട്ട് അവിടെ ഒരു ദിക്കിലിരുത്തി. അതാണ് പറയണത്, സഭാജയിത്വ സുഖോപവിഷ്ടവും. സുഖമായിട്ട് രണ്ടുപേരും അവിടെ സാന്ദീപനിയുടെ ഗൃഹത്തിലിരുന്നു. ഇരിക്കുന്നവരായ സുരസൂനു തുല്യവും ബാലകവും. സുരസൂനു തുല്യം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മക്കളെ പോലെ ഇരിക്കുന്ന ശ്രീകൃഷ്ണനും ബലരാമനും അവർ ദൈവിക ചൈതന്യമുള്ളവർ തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷേ പെട്ടെന്നൊരു നോട്ടത്തിൽ ഇന്ദ്രൻ്റെയൊക്കെ സ്വർഗ്ഗലോകത്തു നിന്ന് ഇങ്ങോട്ട് നേരിട്ട് ഇറങ്ങി വന്നതാണോ എന്ന് തോന്നും വിധം അത് പറയാനാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമിയിൽ ജനിക്കുമ്പോൾ മനുഷ്യരുടെ ഒരു പ്രകൃതല്ലേ വരിക. അപ്പോൾ അതല്ലാതെ അതിലധികം എത്രയോ മടങ്ങ് 10 മടങ്ങ് തേജസ്വികളായിട്ടുള്ള ബാലകന്മാർ, അതിന് വേണ്ടിയിട്ട് അവരെ വർണ്ണിക്കുകയാണ് കവി സുരസൂനു തുല്യവും. ഇന്ദ്രൻ്റെ അല്ലെങ്കിൽ ദേവന്മാരുടെ പുത്രന്മാരെ പോലെ തോന്നിപ്പിക്കുന്ന സൗന്ദര്യം കൊണ്ടും ശോഭ കൊണ്ടും ചൈതന്യം കൊണ്ടും തേജസ് കൊണ്ടുമൊക്കെ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നവരാണോ എന്ന് തോന്നും വിധമുള്ളവരായ ആ ബാലകന്മാരോട് സാന്ദീപനിക്ക് ധാര വന്നതെന്നൊക്കെ വളരെ വേഗം മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് വളരെ ആദരവോട് കൂടിയിട്ട് സാദരം ഉവാച, സാന്ദീപനി ഈ ബാലകന്മാരോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയണത്. എന്താ പറയണത് എന്നുള്ളത് 28ാമത്തെ ശ്ലോകത്തിലാണ്. ശ്ലോകം നോക്കൂ. മമാധുനാ ജന്മ പവിത്രമാസീത് ഗോത്രം ജഗച്ഛ്ലാഖ്യമഭൂതിദാനീം സമ്പ്രത്യവാപുഃ പിതരശ്ച തൃപ്തിം ആയുഷ്മതോരാഗതയോർനിവാസം. ആദ്യം പദച്ഛേദം പറയാം. മമ അധുനാ ജന്മ പവിത്രം ആസീത് ഗോത്രം ജഗച്ഛ്ലാഖ്യം അഭൂത് ഇദാനീം സമ്പ്രതി അവാപുഃ പിതരഃ ച തൃപ്തിം ആയുഷ്മതോഃ ആഗതയോഃ നിവാസം. ഇവിടെ ഈ 2 ബാലകന്മാരുടെ 2 ഈശ്വരന്മാരുടെ വരവ് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് സാന്ദീപനി പറയണത്. നോക്കൂ. അധുനാ നിവാസമാഗതയോഃ ആയുഷ്മതോഃ. അധുനാ ഇപ്പോൾ, ഈ ഒരു സമയത്ത്, നിവാസം എൻ്റെ ഗൃഹത്തിലേക്ക്, നിവസന്തി അസ്മിന്നിധി നിവസതി അല്ലെങ്കിൽ നിവസന്തി അസ്മിന്നിധി നിവാസം, വീടെന്നർത്ഥം. എൻ്റെ ഗൃഹം, ആ ഗൃഹത്തിലേക്ക് ആഗതയോഃ ആയുഷ്മതോഃ. ആഗതയോഃ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നവരായ ആയുഷ്മതോഃ. 2 പേരും ആയുഷ്മാന്മാരാണ്. അത് പൊതുവേ എല്ലാവരെയും അങ്ങനെയാണ് ഗുരുക്കന്മാരെ ബ്രാഹ്മണരെ സംബോധന ചെയ്യുക. ആയുഷ്മൻ എന്നാണ് രാജാവിനെയൊക്കെ വിളിക്കുക. അപ്പോൾ ക്ഷത്രിയന്മാരെ ബ്രാഹ്മണർ, അതുപോലെ തന്നെ സൂതന്മാർ, തേരാളികൾ ഒക്കെ സംബോധന ചെയ്യുന്നത് ആയുഷ്മൻ എന്നാണ്. അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയിട്ട് ചിരകാലം വാഴേണ്ടുന്നവരായ നിങ്ങൾ 2 പേരും എൻ്റെ ഗൃഹത്തിലേക്ക് വന്നപ്പോൾ, സതിസപ്തമിയാണ്, ദ്വിവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നേ ഉള്ളൂ. ആഗതയോഃ യുഷ്മതോഃ സത്യൗ, നിങ്ങൾ 2 പേരും എൻ്റെ ഗൃഹത്തിലേക്ക് വന്നതുകൊണ്ട് എന്തൊക്കെയായി തീർന്നു? മമ ജന്മ പവിത്രം ആസീത്, എൻ്റെ ജന്മം പവിത്രം ആയിത്തീർന്നു. അതാണ് ആസീത് എന്നുള്ളതിന് ഇവിടെ അർത്ഥം പറയണത്. അതായത് ഞാനൊരു ഭാഗ്യം കൊണ്ട് നല്ല കുലത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു കുലത്തിൽ ജനിച്ചു. ആ കുലത്തിൽ ജനിച്ചതിൻ്റെ മഹിമ കൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ ആശ്രമത്തിലേക്ക്, എൻ്റെ ഗൃഹത്തിലേക്ക് വന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നന്നായി. അതാണ് ഇവിടെ പറയണത്. മമ ജന്മ പവിത്രം ആസീത്, നിങ്ങളുടെ വരവോട് കൂടിയിട്ട് എൻ്റെ ജന്മം സഫലമായി തീർന്നിരിക്കുന്നു. എൻ്റെ ജന്മത്തിൻ്റെ കാര്യമാണ് ഇവിടെ ആദ്യം പറയണത്. അതിനുശേഷം ഇദാനീം ഗോത്രം ജഗച്ഛ്ലാഖ്യം അഭൂത്. ഇനി അത് മാത്രമല്ല, എൻ്റെ ജന്മം മാത്രമല്ല, എൻ്റെ ഗോത്രം. ഗോത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മുനിയുടെ വംശത്തിലുള്ളവരാണ് എല്ലാവരും തന്നെ. ഈ ബ്രാഹ്മണർക്കൊക്കെ വംശമുണ്ട്, ഒരു ഗോത്രമുണ്ട്. അപ്പോൾ സാന്ദീപനിയുടെ ഗോത്രം, അത് ഏത് ഗോത്രമാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാ തരത്തിലുള്ള ബ്രാഹ്മണർക്കും ഗോത്രങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഭരദ്വാജൻ, അതുപോലെ കാശ്യപൻ, ഭാർഗവൻ, ആംഗിരസ ഗോത്രം, ഇങ്ങനെ ഓരോരോ ബ്രാഹ്മണ കുടുംബങ്ങളും ഓരോ ഋഷീശ്വരന്മാരുടെ കുടുംബത്തിലാണ് പിറന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഗോത്രത്തിൻ്റെ നാമധേയം പേരിൻ്റെ കൂടെ അഭിവാദ്യം ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്.
അതുപോലെ ഇവിടെ ഗോത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ജനിച്ച ഗോത്രവും ഏറ്റവും ധന്യമായി തീർന്നു, ഏറ്റവും ശ്ലാഘ്യമായി തീർന്നു എന്നാണ് പറയണത്. സാധാരണ മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരുടെ മഹിമ കൊണ്ടാണ് ഗോത്രത്തിന് ശ്ലാഘ്യത കൈവരുന്നത്, അല്ലെങ്കിൽ ബഹുമാന്യത കൈവരുന്നത്. ഇപ്പോൾ മഹാമുനീശ്വരന്മാരൊക്കെ ഉണ്ടാവാമെങ്കിലും ആ ഒരു വംശത്തിലേക്കാണ് ഈ രണ്ട് ബാലകന്മാർ, ഈശ്വരന്മാരായിട്ടുള്ള രണ്ട് ബാലകന്മാർ, ഭഗവാന്മാർ രണ്ടുപേരും വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ കാരണം ഈ വംശം ശ്ലാഘ്യമായി, ഭഗവാന്റെ സാന്നിധ്യമുണ്ടായത് കൊണ്ട് എന്ന് പറയുക ചെയ്യണത്. അതാണ് ശ്ലാഘ്യം അഭൂത് എന്ന് പറഞ്ഞത്. ഇനി മാത്രമല്ല, പിതൃക്കൾക്കും തൃപ്തിയായി. അതാണ് സംപ്രതി പിതരശ്ച തൃപ്തിം അവാപു. ഇപ്പോൾ അങ്ങയുടെ നിങ്ങളുടെ രണ്ടുപേരുടെയും വരവോട് കൂടിയിട്ട് പിതരശ്ച പിതൃക്കൾക്കും, പിതൃകാരണവന്മാർ, മുൻപുണ്ടായിരുന്ന അച്ഛനമ്മമാർ, പിന്നെ അവരുടെ കാരണവന്മാരായിട്ടുള്ള എല്ലാവരും തന്നെ, ആ പിന്നാക്കം പോയാൽ ആ തലമുറയിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവോ അവർക്കെല്ലാവർക്കും തന്നെ തൃപ്തിം അവാപു, അവരൊക്കെ തൃപ്തിയുള്ളവരായി തീർന്നു. അവർക്കൊക്കെ തർപ്പണം നടത്തുകയും കൂടി ചെയ്തു. നിങ്ങളുടെ വരവോട് കൂടിയിട്ട് എല്ലാവരും സന്തുഷ്ടരായി. ഞാൻ മാത്രമല്ല, എൻ്റെ ഗോത്രം മുഴുവനും, ആ ഗോത്രത്തിൽ ജനിച്ചവരായിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും എല്ലാവർക്കും തന്നെ തൃപ്തിയായിരിക്കുന്നു. എന്നിട്ട് ചോദിക്കാൻ പോണത് എന്തിനാണാവോ വന്നതെന്നുള്ളത് തന്നെയാണ്. അത് വളരെ നല്ല വാക്കുകളെ കൊണ്ട് ആദ്യം വരുന്നവരോട് സംസാരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, എന്നിട്ടാണ് വരവിൻ്റെ ഉദ്ദേശം, ആഗമന ഉദ്ദേശം ചോദിക്കുന്നത്. അതൊക്കെ അടുത്ത ശ്ലോകത്തിലാണ് വരണത്. ഇന്നത്തെ 2 ശ്ലോകങ്ങളും നമുക്ക് ചൊല്ലി നോക്കാം. സതൗ സമാലോക്യ സമഗ്രഹർഷ സഭാജയിത്വാ സഹിതോ ഗൃഹിണ്യാ സുഖോപവിഷ്ടൗ സുരസൂനുതുല്യൗ സാന്ദീപനിസ്സാദരമിത്യുവാച. മമാധുനാ ജന്മ പവിത്രമാസീത് ഗോത്രം ജഗത്ശ്ലാഘ്യമഭൂതിദാനീം സംപ്രത്യവാപുഃ പിതരശ്ച തൃപ്തിം ആയുഷ്മതോരാഗതയോർനിവാസം. ഇനി ബാക്കി സംഭാഷണങ്ങൾ, അടുത്ത 2 ശ്ലോകങ്ങളെ കൊണ്ട് സംഭാഷണം, അതായത് സാന്ദീപനി ഈ കുമാരന്മാരോട് ചോദിക്കുന്നത് തീരാണ്. പിന്നെ അവരുടെ മറുപടിയൊക്കെയാണ്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.